പഴശ്ശി നടത്തിയത് ഒളിപ്പോരല്ലേ? ശിവാജി രാജ നടത്തിയത് ഒളിപ്പോരല്ലേ? അവരൊക്കെ ഒളിപ്പോര് നടത്തിയതേ സ്വന്തം രാജ്യത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമാണ്. അല്ലാതെ ഈ പരട്ട ഞരമ്പ് രോഗികൾ മാത്രം കാണുന്ന നിന്റെ ഈ ചാനലിന് വേണ്ടിയല്ല. എന്റെ ചാനലിനെ മാത്രം നീ കുറ്റം പറയരുത്. അത് മാത്രം ഞാൻ സഹിക്കില്ല. എടാ മീഡിയ ബാബു, നീ നാട്ടുകാരുടെ അടിയും ഇടിയും വാങ്ങി പണ്ടാറമടയും. നിന്നെ ദൈവം ശപിക്കും. അയ്യേ അയ്യയ്യേ, നാണമില്ലേടോ പരദൂഷണം പപ്പ. ഈ പെണ്ണുങ്ങളെ പോലെ പ്രാഗം തനിക്ക് നാണമില്ലടോ. താനിപ്പോ പൊക്കോ, തന്നെ ഞാൻ പിന്നെ കണ്ടോളാം. എന്നാടാ എന്നാ മൊത്തം എടുത്തോണ്ട് പോടാ. അയ്യോ ഈശ്വര, അവന്റെ എന്റെ പുറകെ തന്നെയാണല്ലോ വരുന്നത്. പപ്പൻ ഇങ്ങോട്ട് വന്നല്ല, എങ്ങാട് പോയത്? ഇവര് എന്റെ പുറകെ നടക്കുവാണല്ലോ. തെരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചായി. നീ എന്തൊക്കെയാടാ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കണത്? ഞാൻ എന്നാ പറഞ്ഞെന്നാ പാഷാണ്. ആ എടാ, ഞാൻ പാഷാണം പാറു തന്നെയാ. ഞാൻ എന്തും പറയും, എന്തും ചെയ്യും. എന്നോട് ആരും ഒന്നും ചോദിക്കൂലടാ. പരദൂഷണം പപ്പ. അതെ ചേച്ചി, ഞാൻ പരദൂഷണം പപ്പൻ തന്നെയാ. ചേച്ചീനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ പറയൂ ചേച്ചി? നീ പറഞ്ഞു പറഞ്ഞില്ലടാ. എന്റെ മകന് പെൺവാണിഭ കേസിൽ 1-ാം പ്രതിയാണെന്നും അറസ്റ്റ് ചെയ്തെന്നും ഒക്കെ ഇതൊക്കെ നാട്ടിൽ പറഞ്ഞു നടക്കണത് നീയല്ലേടാ? അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞു നടക്കുന്നതല്ല. പത്രത്തിലും ടി വിയിലൊക്കെ വന്നതല്ലേ ചേച്ചി. അങ്ങനെയല്ലേ നാട്ടുകാരറിഞ്ഞത്. ഞാൻ പറഞ്ഞു നടന്നിട്ടാണോ ചേച്ചി? ഇത് നല്ല കൂത്ത്. കൂത്തല്ലടാ, കള്ളത്തരം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അയ്യോ, എന്റെ നാക്ക്. ആ അങ്ങനെ തന്നെ, നാക്കകത്ത് തന്നെ ഇട്ടേക്കണം. നാക്ക് പുറത്തെങ്ങാനും എടുത്താ സത്യം. നീ എന്നതാടാ പറയണേ? വാ തുറന്ന് പറയടാ. ഇല്ല പാർവമ്മ, എന്നെ ഞാൻ നാക്ക് പുറത്തേക്ക് ഇടില്ല. ഇപ്പൊ ഞാൻ പോണ്.
ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. എല്ലാം നല്ല കാര്യത്തിനായിരിക്കണം. മോശം കാര്യത്തിനാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, നിന്റെ നാക്ക് മണ്ണ് തിന്നും. കേട്ടടാ? അല്ല ചേച്ചി, പാറുമ്മേ, മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ? എടാ, നിന്നോടല്ലടാ കഴിവേറുന്ന മോനെ ആവശ്യമില്ലാത്തത് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ല ചേച്ചി, ഇല്ല പാറുമ്മേ, ഞാൻ ഇനി ഒന്നിനുമില്ല. എന്നാ ഞാൻ പോട്ടെ. എല്ലാം ഞാൻ കണ്ടു. പാറു സൂപ്പർ.